അപ്പോൾ നമ്മൾ കുളംസ് ലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വ്യക്തമായി പഠിച്ചു. ഇനി അതിന്റെ വെക്റ്റർ ഫോം പഠിക്കാം കേട്ടോ. കുളംസ് ലോ ഇനി എന്താണ് വെക്റ്റർ ഫോം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. കുളംസ് ലോ തന്നെ. പിന്നെ എന്താ നമ്മൾ വെക്റ്റർ ഫോം ആയിട്ട് വരുന്ന സമയത്ത് എന്തെല്ലാം മാറ്റം വരും ആ കാര്യങ്ങൾ മാത്രമേ കാണിക്കാനുള്ളൂ. ഓക്കെ, സോ ഹിയർ നോക്കിക്കേ, ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ചാർജ് ഞാൻ കൊടുത്തു, രണ്ട് ചാർജ് ഞാൻ വെച്ചു, സെപ്പറേറ്റ് ബൈ എ ഡിസ്റ്റൻസ് സ്മോൾ ആർ. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഞാൻ എടുക്കുന്ന ചാർജ്, നേരത്തെ നമ്മൾ ചാർജ് പോസിറ്റീവോ നെഗറ്റീവോ ഒന്നും പറഞ്ഞില്ല അല്ലേ, നോർമൽ ഒരു ജനറൽ ആയിട്ട് പറഞ്ഞതല്ലേ. ഇനി ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ വെച്ചാൽ രണ്ട് ലൈറ്റ് ചാർജസ് എടുത്തു, രണ്ട് ലൈറ്റ് ചാർജസ് എടുത്തു. അപ്പൊ രണ്ട് ചാർജ് എടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് പോസിറ്റീവ് Q1 എടുത്തു, ഒന്ന് എന്ത് ചെയ്യുന്നു പോസിറ്റീവ് Q2 എടുത്തു. അപ്പൊ രണ്ട് ചാർജ് എന്താണ്, പോസിറ്റീവ് ചാർജസ് ആണ്, ലൈറ്റ് ചാർജസ് ആണ്. മക്കൾക്ക് അറിയാം അല്ലേ, ലൈറ്റ് ചാർജസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, അത് തമ്മിൽ റിപ്പൽ ചെയ്യും, അത് തമ്മിൽ എന്ത് ചെയ്യുന്ന റിപ്പൽ ചെയ്യും. സോ അവിടെ എന്താ ഉണ്ടാവുക, റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവുക അല്ലേ, ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ആണ് ഉണ്ടാവുക. സോ ആ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ അത് കറക്റ്റ് ഞാൻ ചെയ്യുന്ന ഡയഗ്രാം വെച്ച് കാണിച്ചു തരാം. ക്ലിയർ? ഓക്കെ ആണോ? യെസ്. നോക്കിയേ, അങ്ങനെയാണെങ്കിൽ രണ്ടും എന്ത് ചാർജ് ഇവിടെ വെക്കുന്ന സമയത്ത് രണ്ടും പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ ആ രണ്ട് ചാർജ് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. ആ രണ്ട് ചാർജ് നമ്മൾ എന്ത് ചെയ്യുന്ന റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? യെസ്. നോക്കിയേ, ഇവിടെ ഇത് മക്കളെ Q1 ആൻഡ് ഹിയർ Q2, ആ രണ്ട് ചാർജ് തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവുന്ന സമയത്ത് ഓക്കെ, ഈ Q1 എന്ന് പറഞ്ഞ ചാർജിനെ Q2 എന്ന് പറഞ്ഞ ചാർജിൽ നിന്ന് ഒരു ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ എന്തെന്ന് ഈ ഒരു ഡയറക്ഷനിലേക്ക് കൊടുക്കും. ശരിയല്ലേ? അതേപോലെ തന്നെ Q1 എന്ന് പറയുന്ന ചാർജ് കാരണം Q2ലേക്ക് മക്കളെ ഒരു ഫോഴ്സ് ഉണ്ടാവും, അതെന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാവും. Am I right? സംഭവം ക്ലിയർ അല്ലേ? യെസ്. So here in this case, നോക്കിക്കേ, in this case Q1 എന്ന് പറയുന്ന ഫോഴ്സ് കാരണം Q2ലേക്കുള്ള ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് കാണിക്കുന്നത്. ക്ലിയർ അല്ലേ? നോക്കിക്കേ, here നോക്കിക്കേ, ഡയറക്ഷൻ നോക്കിക്കേ, like this. Let ഞാൻ അതിന്റെ പേര് കൊടുത്തു F21 എന്ന് കൊടുത്തു, വെക്റ്റർ F21 എന്ന് കൊടുത്തു. പ്രയാസമുണ്ടോ? എന്താണ് വെക്റ്റർ F21 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഓൺ ചാർജ് Q2 ഡ്യൂ ടു Q1. Q2 എന്ന് പറഞ്ഞ ചാർജിൽ ഉണ്ടാവുന്ന ഫോഴ്സ് ആര് കാരണം? Q1 കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് ആണെന്നത് വെക്റ്റർ F21. ക്ലിയർ മക്കളെ? അതുപോലെ തന്നെ എന്തുണ്ടാവും, ഈ Q1 എന്ന് പറയുന്ന ചാർജ് എന്താണ്, Q2 കാരണം ഒരു ഫോഴ്സ് ഉണ്ടാവൂലേ, അതൊന്നാണ് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ആണ്. സോ നേരത്തെ പോലെ തന്നെ ഞാൻ പേര് കൊടുക്കാൻ പോണേ, വെക്റ്റർ F12 എന്ന് ഞാൻ കൊടുത്തു. കുഴപ്പമുണ്ടോ? വെക്റ്റർ F12 എന്ന് കൊടുത്തു. എന്താ വെക്റ്റർ F12 എന്നാല് ആ പേര് നോക്കണം, പേര് നോക്കിയിട്ട് മനസ്സിലാക്കും. F12 ഫോഴ്സ് ഓൺ ചാർജ് Q1 ഡ്യൂ ടു ചാർജ് Q2. So that both directions are opposite. Clear ആണോ? Clear? Yes. നോക്കിക്കേ, ഇനി ഇവിടെ Q1 നിന്ന് Q2ലേക്കുള്ള ഡിസ്റ്റൻസിനെ, Q1 നിന്ന് Q2ലേക്കുള്ള ഡിസ്റ്റൻസിനെ മക്കളെ ഞാൻ എന്ത് ചെയ്യുന്നു, വെക്റ്റർ R12 എന്ന് കൊടുത്തു, വെക്റ്റർ R12 എന്ന് കൊടുത്തു. അതുപോലെ തന്നെ Q2 നിന്ന് Q1ലേക്കുള്ള ഡിസ്റ്റൻസിനെ ഞാൻ എന്ത് ചെയ്യുന്നു, R21, വെക്റ്റർ R21 എന്ന് കൊടുത്തു. അത് അങ്ങനെ രണ്ട് നമ്മൾ ഡിസ്റ്റൻസ് സെയിം അല്ലേ, ഇപ്പൊ എന്താ വെക്റ്റർ R12 വെക്റ്റർ R21 എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് മക്കളെ? അവിടെയൊക്കെ കുറച്ച് അധികം ഉണ്ടോ കാര്യങ്ങളൊക്കെ, വളരെ വ്യക്തമായിട്ട് ഡെപ്തിലാണ് പോകുന്ന കാര്യങ്ങളൊക്കെ. നോക്കിയേ, രണ്ടും ഡിസ്റ്റൻസ് എന്നാൽ സെയിം ആണ്, രണ്ടും തമ്മിൽ ഡിസ്റ്റൻസ് സെയിം ആണ്, എന്നാൽ വെക്റ്റർ ഫോമാറ്റിൽ വരുന്ന സമയത്ത് ഡയറക്ഷൻ വ്യത്യാസമില്ലേ. നോക്കിയേ, അതായത് Q1 Q2ലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ വെക്റ്റർ ഫോമാറ്റിൽ എടുക്കുന്ന സമയത്ത് ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഈ ഡയറക്ഷൻ അല്ലേ, ഈ ഡയറക്ഷൻ വരുന്നത്. റെഡി? ഇനി Q2 നിന്ന് Q1ലേക്ക് ഞാൻ ചെയ്യുന്ന ഡിസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് വെക്റ്റർ ഫോമാറ്റിൽ വരുന്ന സമയത്ത് നമ്മൾ ഡയറക്ഷൻ നോക്കണം, നിർബന്ധമാണ് അല്ലേ? അതല്ലേ വെക്റ്റർ ഫോം എന്ന് പറയുന്നത്. വെക്റ്റർ ഫോം വരുന്ന സമയത്ത് നമ്മൾ ഡയറക്ഷൻ നിർബന്ധമായി നോക്കിയേ പറ്റൂ. സോ Q2 നിന്ന് Q1ലേക്ക് വരുന്ന സമയത്ത് കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഡയറക്ഷൻ വരുന്നത്.
ക്ലിയർ? ആ ഡയറക്ഷൻ കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. നോക്കിയോ, ഡയറക്ഷൻ കറക്റ്റ് ഞാൻ ഇവിടെ കറക്റ്റ് ഞാൻ വരച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട്. നോക്കിയോ, വെക്റ്റർ r12 എന്ന ഡയറക്ഷൻ ഇങ്ങോട്ട്, വെക്റ്റർ r2 എന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ്. ക്ലിയർ ആണോ? ഡയഗ്രം ക്ലിയർ ആണോ ഇല്ലയോ? നല്ല ഡയഗ്രം നോക്കിക്കേ, നല്ലോണം ഡയഗ്രം നോക്കിക്കോ. കുളംസ് ലോ പ്രകാരം ഞാൻ ഡയഗ്രം വരയ്ക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത് വെക്റ്റർ ഫോർമാറ്റ് ഒന്നും കാണിച്ചില്ല. അതിന്റെ ഒരു ആവശ്യമില്ല. നോർമൽ ലെവലിൽ മാഗ്നിറ്റ്യൂഡ് ബേസിലുള്ള കാര്യങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. എന്നാൽ വെക്റ്റർ ഫോർമാറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഡയറക്ഷൻ കൊടുത്തേ പറ്റും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്ന് നല്ല നോക്കിക്കേ കേസ്. ക്ലിയർ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെക്റ്റർ F12 is equal to, ഈസിയാണ്, പ്രയാസമൊന്നുമില്ല, ഈസിയാണ് സെക്ഷൻ, is equal to 1/4πε0 into Q1 Q2 by R2 തന്നെയാണ്. ഇൻറ്റു നമ്മുടെ വെക്റ്റർ ഫോമിൽ വരുന്ന സമയത്ത് ഇൻറ്റു നമ്മൾ ഒരു യൂണിറ്റ് വെക്ടറുമായി ചെയ്യാൻ എന്ത് ചെയ്യുന്ന മൾട്ടിപ്ലൈ ചെയ്യുന്നു. യൂണിറ്റ് വെക്റ്റർ R21 നോക്കണേ, ഇത് 1 2 ആണെങ്കിൽ ഇവിടെ 2 കൊടുത്തു. ഇനി 1 2 ഇവിടെ 1 2 കൊടുത്താലും സംഭവം തെറ്റും കേട്ടോ, ശരി തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി വ്യക്തമായിട്ട് ചെയ്യുന്ന സമയത്ത് ഇതാണ് ശരി. അത് നിങ്ങൾ ഞാൻ ആലോചിച്ചാൽ മതി, F12 ഡയറക്ഷൻ ഏതാണുള്ളത് അത് നിങ്ങളോട് കൊടുത്താൽ മതി. നോക്ക്, F12ന്റെ അതേ ഡയറക്ഷനിൽ മക്കളെ ഇതിൽ വരുന്നത് എന്താണ്? R21 എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ യൂണിറ്റ് വെക്റ്റർ പോയിന്റിംഗ് ഫ്രം എവിടെ നിങ്ങോട്ടാ? Q2 to Q1. Q2 to Q1. ഫൈൻ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? യെസ്. സിമിലർലി അതുപോലെ തന്നെ നമുക്ക് പോവാം. സിമിലർലി നോക്ക്, വെക്റ്റർ F21 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/4πε0 into Q1 Q2 by R2 into എന്താ? വെക്റ്റർ ഫോർമാറ്റ് അല്ല, യൂണിറ്റ് വെക്റ്റർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചു into യൂണിറ്റ് വെക്റ്റർ R. നോക്കണേ, ഇത് 21 ആണെങ്കിൽ വെച്ചാൽ മതി, ഇവിടെ 1 2. ഞാൻ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ആലോചിക്കാം. നേരത്തെ പറഞ്ഞ അതേ സെക്ഷൻ ആലോചിച്ചാൽ മതി. നോക്കാം, വെക്റ്റർ F21 ഡയറക്ഷൻ എന്താണ്? ഈ ഡയറക്ഷനിൽ വരുന്നത് അതേ ഡയറക്ഷൻ നിങ്ങൾ എടുത്താൽ മതി, ഈ യൂണിറ്റ് വെക്റ്റർ ഉണ്ടാവും. സോ ഹിയർ സെയിം ഡയറക്ഷൻ കൊടുത്താൽ മതി. ഓക്കെ ആണോ? ക്ലിയർ? യെസ്. സോ ഇതാണ് ഇത് രണ്ടുമാണ് അതിന്റെ വെക്റ്റർ ഫോർമാറ്റ് എന്ന് പറഞ്ഞു. എന്നാൽ ഹിയർ യൂണിറ്റ് വെക്റ്റർ 1 2 എന്ന് പറയുന്നതാണ് ഇസ് എ യൂണിറ്റ് വെക്റ്റർ പോയിന്റിംഗ് ഫ്രം എവിടെ നമ്മൾ പോയിന്റ് ചെയ്യുന്നത്? പോയിന്റിംഗ് ഫ്രം Q1 to Q2. Pointing from Q1 to Q2. Ready? Clear? Fine. എന്നാൽ ഇവിടെ നോക്കിക്കേ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം വെക്റ്റർ R12 എന്ന് പറയുന്നത് is equal to എന്താണ്? വെക്റ്റർ R21 തന്നെയാണ്. ഏത് വഴി നോക്കുന്ന സമയത്ത്? മാഗ്നിറ്റ്യൂഡ് വൈസ് നോക്കുന്ന സമയത്ത്. എന്നാൽ ഡയറക്ഷൻ പ്രകാരം എന്താണ്? ഓപ്പോസിറ്റ്. ഇത്രയേ ഉള്ളൂ. അതാണ് വെക്റ്റർ R12 വെക്റ്റർ R21 ഞാൻ വെവ്വേറെ എഴുതിയിരിക്കുന്നത്. രണ്ടും നമ്മൾ മാഗ്നിറ്റ്യൂഡ് വൈസ് നോക്കുന്ന സമയത്ത് എന്താണ്? R എന്നാണ് മാഗ്നിറ്റ്യൂഡ്. എന്നാൽ ഡയറക്ഷൻ വൈസ് നോക്കുന്ന സമയത്ത് അത് ഓപ്പോസിറ്റ് ആണ്. സോ ഹിയർ വി നോ ഹിയർ എന്താണ്? വെക്റ്റർ എന്താണ്? R12 ഈസ് ഈക്വൽ ടു എന്താണ്? വെക്റ്റർ R21 തന്നെയാണ്, എന്നാലോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ വി എന്ത് ചെയ്യുന്നത്? നമ്മൾ എന്ത് കൊടുക്കുക വെച്ചാൽ നെഗറ്റീവ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ സിൻസ് നമുക്ക് പറയാൻ പറ്റും യൂണിറ്റ് വെക്റ്റർ R12 is equal to minus R21. ശരിയല്ലേ? therefore നമ്മൾ ഫൈനലൈസ് ചെയ്യാൻ പോണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, വെക്റ്റർ F12 is equal to എന്താണ്? വെക്റ്റർ F21 തന്നെയാണ്, എന്നാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതങ്ങനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റിയ എന്തുകൊണ്ടാണ്? കാരണം എന്താണ്? വെക്റ്റർ R12 വെക്റ്റർ R21 രണ്ടും എന്താണ്? സെയിം ആണ് മാഗ്നിറ്റ്യൂഡ്, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. therefore നമുക്ക് പറയാൻ പറ്റും വെക്റ്റർ F12 is equal to minus വെക്റ്റർ F21 എന്ന് പറയാൻ പറ്റും. സോ നമ്മൾ ഫൈനലൈസ് ചെയ്യാൻ പോവാണേ. എന്താ ഫൈനലൈസ് ചെയ്യാൻ പറ്റുക? ഇവിടെ Q1 കാരണം Q2 ഉണ്ടാവുന്ന ഫോഴ്സും Q2 കാരണം Q1 ഉണ്ടാവുന്ന ഫോഴ്സും രണ്ടും എന്താണ്? സെയിം ആണ്, ബട്ട്
ഓപ്പോസിറ്റ് ഡയറക്ഷൻ. രണ്ടും ഈക്വൽ ആണ്, ബട്ട് എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ നമുക്ക് പറയാൻ പറ്റും കുളംസ് ലോ എന്ന് പറയുന്നത്, നോക്കണം ഞാൻ ലാസ്റ്റ് പറഞ്ഞ കാര്യം വ്യക്തമായി നോക്കിയോ. സോ നമുക്ക് പറയാൻ പറ്റും കുളംസ് ലോ എഗ്രി വിത്ത് ന്യൂട്ടൺസ് തേർഡ് ലോ. പക്ഷെ ഒന്ന് ക്വസ്റ്റ്യൻ അതാണല്ലോ ഈ ലാസ്റ്റ് എൻഡിൽ ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റ് വരെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ന്യൂട്ടൺസ് ലോ എഗ്രി വിത്ത് എൻ്റെ താഴെ 4 ഓപ്ഷൻ പറഞ്ഞു. ന്യൂട്ടൺസ് തേർഡ് ലോ ആണ്. കുളംസ് ലോ എഗ്രി വിത്ത് ന്യൂട്ടൺസ് തേർഡ് ലോ. ക്ലിയർ? യെസ്, ഇത്രയേ ഉള്ളത് കുളംസ് ലോ ഇൻ. നിങ്ങൾക്ക് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുളംസ് ലോ കഴിഞ്ഞു, എൻ്റെ വെക്ടർ ഫോം കഴിഞ്ഞു. ഇനി എപ്പോഴും എന്നാലും ആരും എന്തെങ്കിലും അത് ശ്രദ്ധിക്കുമില്ല. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഡിഫൈൻ 1 കൂളം. ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മുടെ ബോർഡ് എക്സാമിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് നിരന്തരമായിട്ട് നിന്ന് അതിങ്ങനെ വന്നുകൊണ്ട് നിൽക്കാറുണ്ട്. ഡിഫൈൻ 1 കൂളം. എന്താണ് ഡിഫൈൻ 1 കൂളം? ആദ്യം ഞാൻ ഡെഫിനിഷൻ എന്ന് പറയാം. 1 കൂളം is that charge which when placed in free space at a distance 1 meter apart, with another similar charge repels a force of 9 into 10⁻⁹ ന്യൂട്ടൺ. സത്യം പറയുമെങ്കിൽ ഡെഫിനേഷൻ ഡയറക്റ്റ് പറയുന്ന സമയത്ത് ആർക്കും മനസ്സിലാവില്ല. അത് ഡെഫിനേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയാം. അതിനുശേഷം ഞാൻ ഇതിന് ഇക്വേഷൻ വെച്ചും കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ പറയാൻ വെച്ചാൽ 1 കൂളം എന്ന് പറയുന്നത് അതൊരു ചാർജാണ്. ഇസ് ദാറ്റ് എ ചാർജ് ഇൻ ഫ്രീ സ്പേസ്. അതായത് ഫ്രീ സ്പേസിലുള്ള ഒരു ചാർജാണ് 1 കൂളം ചാർജ് എന്ന് പറയുന്നത്. ഫ്രീ സ്പേസിലുള്ള ചാർജാണ്. എന്താണ് പ്രത്യേകത വെച്ചാൽ ആ ചാർജ് ഫ്രീ സ്പേസിൽ വെച്ചിട്ട് ആ ചാർജിൽ നിന്ന് 1 മീറ്റർ അകലത്ത് another like charge അല്ലെങ്കിൽ another similar charge ഞാൻ കൊണ്ടുവെക്കുന്ന സമയത്ത് അത് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ എന്ന് പറയുന്നത് 9 into 10⁻⁹ ന്യൂട്ടൺ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഞാൻ കൊണ്ടുവച്ചിരിക്കുന്ന ചാർജ് 1 കൂളം എന്ന് പറയാൻ പറ്റും. ഇപ്പോഴും നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഇത് പറയാതെ പോകാൻ പറ്റില്ല. പറഞ്ഞല്ലേ ഇത് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യനാണ്. ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, ഒരു ചാർജ് ഇത് 1 കൂളമാണ്. ഞാൻ പറയണ്ടേ ഇത് ചാർജ് 1 കൂളം എന്ന് പറയണമെങ്കിൽ ആ ചാർജ് ഞാൻ ഫ്രീ സ്പേസിൽ കൊണ്ടുവച്ചു. ദെൻ ആ ചാർജിൽ നിന്ന് 1 മീറ്റർ അകലത്ത് 1 മീറ്റർ ഡിസ്റ്റൻസിൽ another similar ചാർജ് ഞാൻ വെച്ചു. അപ്പോൾ another similar 1 കൂളം ചാർജ് തന്നെ കൊണ്ടുവച്ചു. നോക്കണേ, ഇത് Q1, ഇതെന്താണ് Q2, ഇതെന്താണ് R അല്ലേ. അങ്ങനെ എന്ത് ചെയ്യുന്ന another similar അതേ 1 കൂളം തന്നെ രണ്ടും പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ 2 പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ 2 നെഗറ്റീവ്. ഓക്കെ, അങ്ങനെ കൊണ്ടുവെക്കുന്ന സമയത്ത് ആ 2 ചാർജ് തമ്മിൽ ഉണ്ടാവുന്ന ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ എന്ന് പറയുന്നത് 9 into 10⁻⁹ ന്യൂട്ടൺ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മൾ കൊടുത്തിരിക്കുന്ന ചാർജ് അല്ലെങ്കിൽ അവിടെ എടുത്തിരിക്കുന്ന ചാർജ് എന്താണ് 1 കൂളം എന്ന് പറയാൻ പറ്റും. ഇനി 9 into 10⁻⁹ ന്യൂട്ടൺ എങ്ങനെ വന്നു എന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവില്ലേ. ഇനി കറക്റ്റ് ഞാൻ മാത്തമാറ്റിക് ലെവലിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കല്ല ആർക്കാരും അപ്പോഴേ മനസ്സിലാവും ഈ കാര്യം എന്താണെന്ന്. നോക്കിക്കോ, നമുക്ക് ഇക്വേഷൻ അറിയാം. F is equal to 1/4πε0 into ഞാൻ പറഞ്ഞില്ല എപ്പോഴും ε0 നമ്മൾ യൂസ് ചെയ്യണം. നമുക്ക് ഫ്രീ സ്പേസ് പഠിക്കുന്നുണ്ടോ. to Q1 Q2 by R². ഓക്കെ, നോക്കണേ. Here in this case ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ Q1 എന്ന് പറയുന്നത് is equal to Q2 is equal to 1 കൂളം അല്ലേ. അതല്ലേ പറഞ്ഞല്ലേ, 2 ചാർജ് 1 കൂളമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, 1 കൂളം. അതേപോലെ R എന്ന് പറയുന്നത് 1 മീറ്റർ ആണെങ്കിൽ മക്കളൊന്ന് വാല്യൂ കൊടുത്തു ഇവിടെ. സോ ഹിയർ എന്ത് വരും? Therefore F is equal to 1/4πε0 into 1 into 1/1² is equal to എത്ര വരും? 1/4πε0 എന്ന് വരും അല്ലേ.
ക്ലിയർ അല്ലേ? ഈസ് ഈക്വൽ ടു 1/4πε എന്തായിരുന്നു ഓർമ്മ ഉണ്ടോ? എന്തെന്ന് വാല്യൂ തരുന്നു? 9 into 10⁻⁹ is equal to 9 into 10⁻⁹ എന്ന് വന്നു കേട്ടോ. അപ്പൊ നോക്ക്, ഒരു കൂളം ആവണമെങ്കിൽ, അതായത് ചാർജ് എന്ന് പറയുന്നത് ഒരു കൂളം ആവണമെങ്കിൽ അത് 1 മീറ്റർ അപ്പാർട്ടിൽ നിന്ന് അതേ 1 കൂളം തന്നെ ഞാൻ കൊണ്ടുവെക്കുന്ന സമയത്ത് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? 9 into 10⁻⁹ ന്യൂട്ടൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ആ ചാർജ് എന്താണ് 1 കൂളം എന്ന് പറയാൻ പറ്റുള്ളൂ. വേറെ ഒരു കേസിലും പറയാൻ പറ്റില്ല. വേറെ ഒരു കേസ് നമുക്ക് എന്ത് ചെയ്യുന്നത് 1 കൂളം ഡിഫൈൻ ചെയ്യാൻ പറ്റൂല കേട്ടോ. കറക്റ്റാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ ഞാൻ ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ലെവലിൽ ഞാൻ കറക്റ്റ് കാണിച്ചു ഇങ്ങനെയാണ് വരുന്നത്. ഇനി നോക്കിക്കേ, ഈ 1 കൂളത്തിന് പകരം നിങ്ങൾ 2 കൂളം കൊടുത്തു നോക്കുക, ഒരു കാരണവശാലും നിങ്ങൾക്ക് 9 into 10⁻⁹ കിട്ടൂല. ഓക്കെ ആണോ? ഇത് കുറച്ചൊരു ടഫൻസ് ഉള്ള ഏരിയ കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു ഡെറിവേഷൻ ലെവൽ തന്നെ കാണിച്ചത്. എന്തുകൊണ്ടാണ് 9 into 10⁻⁹ ന്യൂട്ടൺ വന്നിക്കുന്നൊക്കെ കാണിച്ചത് അതുകൊണ്ടാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഡിഫൈൻ 1 കൂളം എന്ന് പറയുന്നത്. ഓക്കെ, റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. റിലേറ്റീവ് പെർമിറ്റിവിറ്റി നിങ്ങൾക്ക് എന്തായാലും ഓർമ്മ ഉണ്ടോ? ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഓർമ്മ ഉണ്ടാവും? അതിന് മറ്റൊരു പേരുണ്ട്, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ചിലപ്പോൾ അതേ ക്വസ്റ്റ്യൻ വരാം, ഡിഫൈൻ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് പറഞ്ഞിട്ട്. അതെന്താണ്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നാട്ടോ വരുന്നത്. ഓക്കെ, ഈസി ആണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ടു ദി absolute permittivity of free space. ഇത്രയേ ഉള്ളൂ. അതായത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് is equal to absolute permittivity of medium അതെന്തോ ആയിക്കോട്ടെ, മീഡിയം ടു ദി ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അഥവാ നമുക്ക് റിലേറ്റീവ് പെർമിറ്റിവിറ്റി നമ്മൾ എന്ത് ചെയ്യുന്ന കൊടുക്കുന്ന സിമ്പിൾ എന്ന് പറയുന്നത് എപ്സിലോൺ ആർ ആണ്. അഥവാ epsilon r is equal to നമ്മൾ ഓർമ്മയില്ലേ റിലേറ്റീവ് absolute permittivity of medium എന്തായിരുന്നു? ജനറൽ ലെവലിൽ നോക്കുക, epsilon by epsilon 0. ഇതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു കാര്യം വെച്ചാൽ നമുക്ക് രണ്ടും പെർമിറ്റിവിറ്റി ഇല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതും പോയിന്റ് തന്നെയാണ്. ഇവിടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് യൂണിറ്റ് ഉണ്ടായിരിക്കില്ല. ഇറ്റ് ഹാസ് നോ യൂണിറ്റ്. ക്ലിയർ ആണോ? സോ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ഓവർ. ഇത്രയേ ഉള്ളൂ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? സ്റ്റുഡൻസ്, നെക്സ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് നിന്ന് +2 ബോർഡ് എക്സാം വന്നിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോ, ഉറപ്പിച്ച് പ്രതീക്ഷിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നോക്കിയേ, ക്വസ്റ്റ്യൻ എന്താ പറയുക വെച്ചാൽ എ പോളിത്തീൻ പീസ് റബ്ബഡ് വിത്ത് wool is found to have negative charge of 3.2 into 10⁻⁻17 coulomb. ഓക്കെ, അതായത് ഒരു പോളിത്തീൻ പീസ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് റബ്ബ് ചെയ്തു, എന്തുമായിട്ട് വൂളുമായിട്ട് റബ്ബ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്ന ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടായി 3.2 into 10⁻⁻17 coulomb എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എസ്റ്റിമേറ്റ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ. സോ നമ്മളിവിടെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം നോക്കാം. ഞാൻ പഠിപ്പിച്ചെന്ന ഇക്വേഷൻ തന്നെയാണ്, ഈസി ഇക്വേഷൻ തന്നെയാണ്. പക്ഷേ ഇത് എന്താ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എന്തോ ആണെന്ന് വിചാരിക്കും. അങ്ങനൊന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കിയേ, ഫസ്റ്റ് വൺ ആൻസർ നോക്കിയോ. ആൻസർ estimate the number of electrons transfer. Here the equation Q is equal to plus or minus NE ആണ് വരുന്നത്. പ്ലസ് ഓർ മൈനസ് NE ആണ് വരുന്നത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എസ്റ്റിമേറ്റ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ എന്ന് വെച്ചിരിക്കുന്നത്. സോ N ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ തന്നിട്ടുണ്ട് given Q is equal to
എന്താ വരുന്നത് മൈനസ് നെഗറ്റീവ് ചാർജ് ആണ് മൈനസ് 3.2 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 17 കൂളും. അതുപോലെ ഇലക്ട്രോൺ ചാർജ് എന്ന് വരുന്നത് ഈസ് ഈക്വൽ ടു മൈനസ് 1.6 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 19 കൂളമാണ് ഇലക്ട്രോണിന്റെ ചാർജ് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? യെസ്. ഈ ഒരു കാര്യം നോക്കേ, ഇവിടെ ഇലക്ട്രോണിന്റെ ചാർജ് നോർമലായിട്ട് നമ്മൾ പഠിക്കുന്ന 1.6 10 റൈസ് ടു മൈനസ് 19 കൂളമാണ്. ഇനിയിപ്പോൾ നമ്മൾ നെഗറ്റീവ് കൊടുത്തില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ഇവിടെ നമ്മൾ നെഗറ്റീവ് ഉപയോഗിക്കാൻ മതി. ഓക്കെ, കാരണം നമ്പേഴ്സ് കിട്ടുന്നത് ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടുന്നത് എപ്പോഴും ആയിരിക്കും പോസിറ്റീവ് ആയിരിക്കും, ഒരിക്കലും നെഗറ്റീവ് അല്ലല്ലോ, ആലോചിച്ചാൽ മതി. സോ ഹിയർ ഫ്രം ദിസ് therefore n is equal to q by e എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നോക്കി കൊടുത്തേ 3.2 into 10 raised to minus 17 by 1.6 into 10 raised to minus 19. Okay, ചെയ്യുന്ന സമയത്ത് is equal to 2 minus 17 minus 19 cancel ചെയ്യും. So ഇവിടെ minus 2 ഉണ്ടാവും. മുകളിലേക്ക് വരുന്ന സമയത്ത് into 10 raised to 2 ഉണ്ടാവും is equal to 200. So 200 ഇലക്ട്രോൺസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? പിന്നെ കാര്യമുണ്ട്, ഇത് മാത്രമേ തരുള്ളൂ കേട്ടോ. ഇലക്ട്രോണിന്റെ ചാർജ് അത് നമ്മൾ ഓൾറെഡി അറിഞ്ഞിരിക്കണം. അതറിയാതെ ആരും പോകാൻ പാടില്ല. ഇലക്ട്രോൺ ചാർജ് തരുന്നില്ല, നമ്മൾ നേരെ കൊടുക്കുക ചെയ്യേണ്ടത്. ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് ഒരു കൺഫ്യൂഷൻ വരുന്നു വേണ്ട. നെഗറ്റീവ് ചാർജ് ഓഫ് എന്താണ് 3.2 × 10⁻⁷ കൂളമാണ് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രോൺ ചാർജ് നെഗറ്റീവ് ആണല്ലോ. സോ ഞാൻ അത് നെഗറ്റീവ് കൊടുക്കുക, ഡയറക്റ്റ് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇത് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് എന്ത് ചെയ്യുന്നത് ഫുൾ മാർക്ക് കിട്ടും. ദെൻ ബി നോക്കാം. ക്വസ്റ്റ്യൻ ബി നോക്കിയേ, ഇസ് ദ എ മാസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് മാസ്, അതായത് അവിടെ എന്ത് ചെയ്യുന്ന മാസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓഫ് കോഴ്സ് എന്തായാലും മാസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവില്ലേ, കാരണം ഇലക്ട്രോൺ എന്ത് ചെയ്യുന്ന ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്താ എന്ത് ചെയ്യുന്നത് മാസ് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ യെസ് ഇസ് ദി റൈറ്റ് ആൻസർ. ദെൻ ഇനി എത്ര മാസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കാം. നോക്കിയേ, ദ മാസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എത്ര മാസ് ട്രാൻസ്ഫർ ചെയ്യുന്ന മാസ് ട്രാൻസ്ഫർ is equal to n into mass of electron ആട്ടോ. n into mass of electron ആ വരുന്നത്. മക്കൾ മനസ്സിലായിരിക്കോ? mass of electron അതൊന്നും തരില്ല കേട്ടോ. അത് കറക്റ്റ് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചേ പറ്റൂ. അതൊക്കെ നമ്മൾ എന്തായാലും ബൈ ഹാർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. 9.1 into 10 raised to minus 31 kilogram ഇതാണ് mass of electron എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ therefore mass transferred എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണോ that into mass of electron. So 200 already നമുക്ക് ഇവിടുന്ന് കിട്ടി. So 200 into 9.1 into 10 raised to minus 31. Ready? So then നമ്മൾ ചെയ്യുകയാണെങ്കിൽ we get the final answer. Okay? Hope you get the answer. Thank you.